ഇത് അവിടെയാണ് വലിയ പാമ്പ് പുറ്റ് ഇറങ്ങുന്നത്. അവിടെ ആ പുറ്റിപ്പോഴും ഉണ്ട്, പക്ഷെ അവിടെ പാമ്പില്ല കേട്ടോ. അവിടെയാണ് ഞാൻ ആദ്യം അച്ഛൻ മേടിച്ചു വീഴും. ആണെങ്കിൽ നമുക്ക് ചുറ്റും വേണേ വെട്ടാം. എന്നാ ഇപ്പൊ നമ്മളിപ്പോ ഇത്രേ വെട്ടുന്നുള്ളൂ. അവിടെ നിന്നോളും. ഇപ്പൊ കൊറേയൊക്കെ താഴെ പോയില്ലേ, ഇനിയിപ്പോ ജസ്റ്റ് ഇവിടെ നിന്ന് കെട്ടി വെക്കാം. നമ്മള് വാക്കത്തേക്ക് ഇട്ട് ഇറങ്ങിക്കാട്ടാ. വേറെ നല്ല പണിന്ന് ഒരു മരം വെട്ടാനുണ്ട്. ഈ കാണുന്ന മരം അതും വെട്ടാനുണ്ട്. എന്നാ അത്ര വലിയ പണിയൊന്നും എടുക്കാൻ പോണില്ല. നമ്മള് മരം വെട്ടി മറിച്ചിടാനൊന്നും പോണില്ല. ഈ മരം വെട്ടാൻ കാരണമുണ്ട് കേട്ടോ. നമ്മൾ മരം വെട്ടുന്നതിന് എതിരാണ്. പക്ഷെ നമുക്ക് പെരയ്ക്ക് മുകളിലോട്ട് ചാഞ്ഞു നിന്നാൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടണമല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കാത്ത വീടാണ്. ഇതാണ് ഞങ്ങൾ ശരിക്കും വീട്. അപ്പോൾ ഈ വീട് നമ്മൾ ഉപയോഗിക്കണില്ല. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന മരം കണ്ട, ഇതും അപ്പുറത്തെ മരവും ശരിക്കും വളർന്ന് കാണാൻ പറ്റുന്നുണ്ടോ സിനോബി? ശരിക്കും വളർന്നതാ ആ പെരയുടെ മേളിലോട്ട് അങ്ങ് ചാഞ്ഞ് കിടക്കാണ്. ഇപ്പം നമ്മളിങ്ങോട്ട് വരാറില്ല, പക്ഷെ എന്തായാലും അപ്പുറമുള്ള ആ ചേച്ചിയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണം. അപ്പോഴാണ് നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ പട്ടികയും ഓടൊക്കെ പൊളിഞ്ഞ് എല്ലാം പോയി. അപ്പോൾ ഇനി ഈ 2 മരത്തെ കൂടുതൽ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് വെട്ടിക്കളയാനുള്ള പൈസ ഒന്നും നമ്മുടെ അടുത്തില്ല. അപ്പോൾ 10,000 3,000 രൂപ കൊടുത്താൽ ഈ 2 കൂടി വെട്ടി കിട്ടുള്ളൂ. ഇപ്പോൾ വെട്ടുക എന്ന് മാത്രമുള്ളതല്ല, ഈ വെട്ടുമ്പോൾ ആ പട്ടികയും ഓടൊന്നും കൂടുതൽ പോകാൻ പാടില്ല. അപ്പോൾ അതിന് പ്രത്യേകം ഒരു 2-3 പണിക്കാർ വേണ്ടി വരും. കാരണം അതൊക്കെ സൂക്ഷിച്ച് ഇറക്കി എടുക്കണമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഈ മരം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശരിക്കും ഉണക്കിയെടുക്കാനാണ് ഞാൻ പോകുന്നത്. അതിന് കുറച്ച് സമയം എടുക്കും. അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വാക്കത്തി ഞാൻ താഴെ വയ്ക്കുകയാണ്. അതായത് ഞാൻ ഹിംസയൊക്കെ മാറ്റി വെച്ച് ഈ കാണുന്ന സാധനമാണ് അതിനുള്ള മരുന്ന്. നമ്മുടെ ഈ മരവും ആ മരവും ഉണക്കാനുള്ള മരുന്നാണ് ഈ കാണുന്നത് കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇതാണ് കല്ലുപ്പ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഏതാണ്ട് ഇവിടെയായിട്ട് നമ്മളിങ്ങനെ വെട്ടിയിട്ട് ഈ കാണുന്ന കല്ലുപ്പ് അതുമ്മ കെട്ടിവെച്ചാലുള്ള കുഴപ്പം മീൻസ് അതായത് ഇപ്പം നമുക്ക് ഗുണം, മരത്തിന് കുഴപ്പമാണ്. ഈ മരം അങ്ങോട്ട് ഉണങ്ങിപ്പോവും. അതായത് എവിടെയാണോ വെട്ടുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മേളിലോട്ട് ഈ മരത്തെ നമ്മൾ ഉണക്കാൻ പോവാണ്. ശരിക്കും ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്കൊരു ഈ കാണുന്ന പോലെയൊക്കെ ഇങ്ങനെ എടുക്കാം. ഈ കാണുന്നുണ്ട്, ഇത് കണ്ടോ, ഇത് ഉണങ്ങിപ്പോയതാ. അതുപോലെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഈ മരം ആദ്യം ഒന്ന് വെട്ടാൻ പോകണം കേട്ടോ. ഇപ്പം കാണുന്നിടത്ത് ആദ്യം ഒരു വലിയ പാമ്പും പുറ്റുണ്ടായിരുന്നാണ്. അവിടെയാണ് വലിയ പാമ്പും പുറ്റ് ഇറങ്ങുന്നത്. അവിടെ ആ പുറ്റിപ്പോഴും ഉണ്ട്, പക്ഷെ അവിടെ പാമ്പില്ല കേട്ടോ. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എന്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് ഞാൻ ഈ പരിസരത്തോട്ടേ വരാറില്ല. എന്തായാലും നമുക്കിത് ഒന്ന് വെട്ടാട്ടാ. മാറിക്ക് ചെറുവി. ഇതൊന്നും ഞാൻ പരുത്തിയാണ്. ഇല്ല ഇത് പരുത്തിയാണ് കേട്ടോ. ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫർണിച്ചറൊന്നും കൊള്ളത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് ഓൾറെഡി ഇച്ചിരി വെട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വെട്ടി കല്ലുപ്പ് വെക്കണം നമ്മൾ കേട്ടോ. ആരോഗ്യം കൂടി പരീക്ഷിക്കാം. ഇതിപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഇങ്ങനെ ചെറിയ വേണമെങ്കിൽ നമുക്ക് ചുറ്റും വേണേൽ വെട്ടാം. എന്നാൽ ഇപ്പം നമ്മളിപ്പോൾ ഇത്രേ വെട്ടുന്നുള്ളൂ. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണങ്ങിക്കോളൂ. ഇവിടെ നിന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫുൾ അങ്ങോട്ട് മഴ ഉണങ്ങിക്കോളൂ കേട്ടോ. നമുക്ക് ആവശ്യം ഈ കാണുന്ന സംഭവം ഉണ്ടോ, ഇത് മാത്രം ഉണങ്ങുക എന്നുള്ളതാണ് ശരിക്കും നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാൻ പോണത് ഒന്ന് ബാക്കോട്ട് പറയാമോ? ഇവിടെ കല്ലുപ്പ് എടുക്കുക. എന്നിട്ടിതാ ഈ കവറ് ഇവിടെ പ്ലാസ്റ്റിക് എടുത്തു വെച്ചാൽ നമ്മളതൊന്ന് കെട്ടി വെക്കുമ്പോഴേ, തുണിയാകുമ്പോൾ കെട്ടി വെച്ചാൽ ഇപ്പം മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടല്ലോ, അന്നേരം ചിലപ്പോൾ അതങ്ങോട്ട് പോകും. എന്നാൽ തുണി അല്ലാതെ പ്ലാസ്റ്റിക് ആകുമ്പോൾ പോവില്ല. ഓക്കെ, അപ്പോൾ കല്ലുപ്പ് എടുക്കാൻ നമ്മൾ കേട്ടോ.
ഇപ്പൊ കത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ കൈ വെച്ചെടുത്താ മതി. ഉപ്പിന്റെ പാക്കറ്റ് അല്ലേ, നിസ്സാരല്ലേ. പണ്ട് വീട്ടിൽ കല്ലുപ്പ് വാങ്ങാറുന്നു ഈ മീൻ, അപ്പന് മീനിന്റെ പണി ഉണ്ടായിരുന്ന സമയത്താ. കുറച്ചും കൂടി എടുക്കാണേ. കല്ലുപ്പിടാള വിടവ് പോലെ ഉണ്ടാക്കുന്നിട്ട് അങ്ങോട്ട് ഇടണം അല്ലേ? ആദ്യം ആ ഒരു വിടവ്, അതായത് ഇത് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടണം. അപ്പോൾ കുറച്ചും കൂടി അവിടെ നിന്നോളും. ഇപ്പോൾ കുറേയൊക്കെ താഴെ പോയില്ലേ, ഇനിയിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കെട്ടി വയ്ക്കാം നമ്മളത്. എന്നിട്ട് കുറച്ചും കൂടി കല്ലുപ്പെടുക്കാം. ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. ഉപ്പ് ചെന്ന് കഴിയുമ്പോൾ ഈ കാണാണ്ടോ, ഇപ്പം അവിടത്തേക്ക് അത് ലാസ്റ്റ് ഉപ്പ് ചെല്ലുമ്പോഴല്ല അതിൻ്റെ സെല്ലുകളൊക്കെ ദ്രവിക്കും. ഇങ്ങോട്ട് ഈ മരത്തിൻ്റെ സെല്ലുകളില്ലേ, നമ്മളീ കാണിക്കുന്ന മരത്തോടുള്ള ദ്രോഹമാണ്. പക്ഷെ നമുക്ക് നേരെ നിവൃത്തിയില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു പണി ചെയ്യണേ കേട്ടോ. ഒരിക്കലും മരം മുറിക്കണത് ശരിയല്ല, പക്ഷെ പെരയ്ക്ക് മുകളിലേക്ക് ഒരു മരം വളർന്നാൽ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് മാത്രമാണ് ചെയ്യണത് ഇങ്ങനെ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്നിട്ട് ആ വള്ളി ഇങ്ങോട്ട് തരാമോ? വള്ളി ഇപ്പം അത്യാവശ്യം ഉപ്പ് അവിടെ ചെന്നിട്ടുണ്ട്. അതേ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വള്ളി കിട്ടി. അത്യാവശ്യം ഉപ്പ് അവിടെ ചെന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കെട്ടണം. അപ്പോൾ ഇത് ഓൾറെഡി ഇത് അവിടെ കിടന്നൊരു വള്ളിയാണ്. ഇതും ജസ്റ്റ് ഒരു ഇതായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടുകൂടി കെട്ടിക്കഴിയുമ്പോൾ ഇപ്പം അവിടെ ഉപ്പ് അവിടെ ഇരുന്നോളും. ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് പോവില്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ താഴെ കെട്ടിയാണ് തുണിയാണ്, പക്ഷെ അത് മഴ പെയ്ത് കഴിയുമ്പേ അതിൻ്റെ ആ ലവണങ്ങളൊക്കെ അങ്ങോട്ട് പോവും. അങ്ങനെ പോകരുത്. അല്ല, കൂടുതൽ ടൈറ്റ് ആക്കണ്ട. മതി. അതായത് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. ഇത് ഇവിടെ അങ്ങോട്ട് നിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇവിടെ പരമാവധി നിൽക്കുക, അത്ര മതി. ആ ഉപ്പ് പോകരുത്, അത്രേ ഉള്ളു കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ നമ്മൾ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഈ മരത്തിന്റെ ഈ കാണുന്ന കമ്പില്ലേ, ഈ വലിയൊരു കമ്പ്, അത് അങ്ങോട്ട് ആ വീടിന്റെ മേളിൽ കിടക്കണുണ്ടോ? കാണാവോ അത്? ഓക്കെ. ആ മേളിലേക്ക് കിടന്നിട്ട് എന്താ പറയാ, ഓടൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ മൊത്തം വെട്ടിക്കളയാൻ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ ഒരു 1-2 പണിക്കാർ വേണം. അപ്പോൾ ഒരുപാട് ചിലവാണ്. എന്നാൽ ഈ മരത്തിൻ്റെ ഈ ഒരു ശാഖ മൊത്തം അങ്ങോട്ട്, ശാഖ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു തടി മൊത്തം അങ്ങോട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഈ താഴ്ഭാഗത്തായിട്ട് ചെറുതായിട്ട് വെട്ടി അതിൻ്റെ കല്ലുപ്പ് വെച്ച് കൊടുത്തു കേട്ടോ. ഇത് മിക്കവാറും ഒരു മാസം കൊണ്ട് ഉണങ്ങും. 1 മാസം എടുക്കും, കാരണം ഒന്ന് ഉണങ്ങി വരണമല്ലോ. 1 മാസം കൊണ്ട് ഈ സാധനം ഉണങ്ങും. അന്നേരം വളരെ സിമ്പിളായിട്ട് ഒടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പുറമുള്ള ഇതുണ്ടോ, അതിനേക്കാളും ഉണങ്ങി ശരിക്കും അത് സിമ്പിളായിട്ട് ഒടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ ചെയ്തത്. ഇത് നിങ്ങൾക്ക് വന്ന് പരീക്ഷിക്കാം കേട്ടോ. അതായത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മരം വെട്ടണം എന്നല്ല പറഞ്ഞേ, നിവൃത്തി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മരം വെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് നമുക്ക് മരത്തെ അവിടെ നിന്ന് മാറ്റാം കേട്ടോ.